എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നും സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്കിലെ കണ്ടിന്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ വരെ നമ്മൾ 3 അധ്യായങ്ങൾ നോക്കി. അപ്പോൾ ഇന്ന് 4ാമത്തെ അധ്യായമാണ് നോക്കാൻ പോകുന്നത്. ഈ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് കാർമിക് വെയർഹൗസ്. അദ്ദേഹം തന്നിട്ടുള്ള ഹെഡിങ് ആണ് ദ ഗ്രേറ്റ് കാർമിക് വെയർഹൗസ്. ഈ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഹൗസ്, ഗോഡൗൺ അല്ലെങ്കിൽ കലവറ. അപ്പം ഇന്നും കർമ്മയുടെ പലവിധമായിട്ടുള്ള അതിൻ്റെ ഇഫക്റ്റ് എന്തുവാ എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിലും പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് നമ്മൾ 3 ടൈപ്സ് ഓഫ് കർമ്മ പഠിച്ചിരുന്നില്ലയോ? അതായത് സഞ്ചിത കർമ്മ, പ്രാരബ്ധ കർമ്മ, ആഗാമി കർമ്മ. ഇത് 3ഉമാണ് സദ്ഗുരു ഡീറ്റെയിലായിട്ട് 4ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. അപ്പം നമുക്കതെല്ലാം അറിയാം. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഓടിച്ചു വിട്ട് നോക്കാം. അപ്പം ഈ സഞ്ചിത കർമ്മ എന്ന് പറയുന്നത് എന്തുവാ? കാലം കാലമായിട്ട് എപ്പം മനുഷ്യജന്മം എടുത്തോ അപ്പം തൊട്ട് തുടങ്ങി നമ്മൾ ചെയ്തു കൂട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മക്കളെല്ലാം ഒരു വലിയ സഞ്ചിയിലിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് സഞ്ചിത കർമ്മ. പിന്നെ അടുത്ത ഒരു ജന്മം എടുക്കുമ്പം ഈ സഞ്ചിത കർമ്മയിൽ നിന്ന് എത്ര % പോസിറ്റീവും എത്ര % നെഗറ്റീവും ഒരു ജന്മത്തിലേക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുമോ അത്രയും നമ്മൾ സോൾ പ്ലാനിങ് സമയത്ത് എടുത്തുകൊണ്ട് വരും. അതാണ് പ്രാരാബ്ധ കർമ്മ. ഇപ്പം ഈ പ്രാരാബ്ധ കർമ്മനെ ഈ ജന്മത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കർമ്മകൾ ഉണ്ടാക്കുവാണ്. നമുക്കൊരു ദേഷ്യം വരുന്നു, വഴക്കിടുന്നു, അപ്പോൾ അത് നെഗറ്റീവ് കർമ്മയാണ്. അങ്ങനെ ഈ ജന്മത്തും നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇനി എപ്പോഴായിരിക്കും? അത് സഞ്ചിത കർമ്മയിൽ പോയിട്ട് അടുത്ത ജന്മമോ അതിൻ്റെ അടുത്ത ജന്മമോ എപ്പോഴാണ് അത് ശരിയാക്കുന്നത്, അതിൻ്റെ കണക്ക് തീർക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനാണ് ആഗാമി കർമ്മ എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് കർമ്മ നമ്മൾ നേരത്തെ കണ്ടു. ഇതിൽ ഈ ലൈഫ് എനർജി എന്ന് പറയുന്നത്, അതായത് ലൈഫ് എനർജി, ആ പ്രാണശക്തി, ആ ജീവശക്തി, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വർക്കാവുന്നത്. ഓരോ രീതി എന്ന് പറഞ്ഞാലേ ചിലർ എപ്പോഴും ആക്റ്റീവായിരിക്കും, ചിലർ എപ്പോഴും അലസതയാണ്, അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ വയ്യ. നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കും, നല്ല കഴിക്കും, എല്ലാം നല്ലതായിരിക്കും, പക്ഷേ അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ വയ്യ, ജോലി ചെയ്യാൻ മടിയാണ്. അപ്പം അതുപോലെ ചിലർക്ക് പഠിക്കാൻ വലിയ താല്പര്യമാണ്, ചിലർക്ക് തലയിൽ കയറത്തേ ഇല്ല. ചെറിയ സിമ്പിൾ കാര്യം പറഞ്ഞാലും തലയിൽ കയറത്തില്ല. ചിലർക്ക് എഴുതാൻ മടി, ചിലർക്ക് വായിക്കാൻ മടി, ചിലർക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ മടി. വീട്ടമ്മമാരായിരിക്കും, ജോലിക്ക് പോകുന്നില്ല, ഒരു ജോലിയും വെളിയിൽ ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഉള്ള ജോലി ചെയ്യുമോ? അതും ചെയ്യത്തില്ല. ചുമ്മാതെ ഇങ്ങനെ കഴിച്ച് ടി വിയും കണ്ട് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഗോസിപ്പ് അടിച്ചുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സീരിയലും കണ്ട് സമയം വെറുതെ അങ്ങ് കളയുക. അപ്പം ഇതെല്ലാം കൂടെ ഇപ്പം അതിന് നമ്മൾ 3 ഗുണങ്ങളുണ്ട് നമുക്ക്. തമോ ഗുണം, രജോ ഗുണം, സാത്വിക് ഗുണം. അതിനെക്കുറിച്ച് വേറൊരു ദിവസം പറയാം. ഈ റിവ്യൂ തീരട്ടെ, അതിന് പിന്നെ നമുക്ക് അതിനെ ഒന്ന് നോക്കാം. അപ്പം ലൈഫ് എനർജി, ആ പ്രാണശക്തി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വർക്കാവുന്നത്. അതായത് ഒരു ജന്മം എടുക്കുമ്പം തന്നെ ആ പ്രാണശക്തിയിൽ ഇത്ര % ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ദേഹത്താൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇത്ര % ബുദ്ധിക്ക്, ഇൻ്റലക്ച്വലായിട്ട് പഠിക്കുന്നത്. ചിലർക്ക് പഠിക്കാൻ യാതൊരു മടിയുമില്ല, പഠിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് പഠിക്കുന്നതിലേ താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ. പിന്നെ ഇത്ര % ഇമോഷണൽ. ഈ ഇമോഷണൽ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ. നമ്മളുടെ ചുറ്റിലുമുള്ള ആൾക്കാരെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ വികാരങ്ങളാണ് ഓരോരുത്തരും മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നുള്ളത്. ചിലർ വെളി കാണിക്കത്തില്ല ചില കാര്യങ്ങൾ, അമ്മയ്ക്ക് വെച്ചേക്കും.
ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് എക്സിബിറ്റ് ചെയ്യും, ഓപ്പണായിട്ട് കാണിക്കുക. അവരുടെ പ്രവൃത്തിനെ നമുക്ക് മനസ്സിലാകും, അവരൊന്നും കാണിക്കേണ്ട. അതായത് അവരവരുടെ മനസ്സിലുള്ള വികാരങ്ങളാണ് പ്രവൃത്തിയായിട്ട് വെളിവരുന്നത്, വാക്കുകളായിട്ട് വെളിവരുന്നത്. അവരുടെ ചിന്താഗതി മനസ്സിലാക്കിയാൽ മതി എത്ര മോശമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അങ്ങനെയൊക്കെ. പിന്നെ ഇത്ര ശതമാനം എനർജി എന്ന് വെച്ചാൽ ഈ എനർജിയുടെ ആക്ടിവിറ്റി, പ്രാണിക് ശക്തി, അതിന് എത്ര ശതമാനം. പിന്നെ ഇത്ര ശതമാനം മെഡിറ്റേഷന്, അല്ലെങ്കിൽ അകത്ത് മനസ്സിനെ എങ്ങനെ കാമാക്കി ബീറ്റാ സ്റ്റേറ്റിൽ നിന്ന് ആൽഫ സ്റ്റേറ്റിൽ കൊണ്ടുവരാം, അതിന് ഇത്ര ശതമാനം. അങ്ങനെ ഓരോ വ്യക്തിക്കും ഈ ലൈഫ് എനർജി ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഓരോ രീതിയിൽ ഇരിക്കുന്നത്. പണ്ടേ കാലത്ത് എല്ലാ ഉരലിട്ട് മാവ് അരി ഇടിക്കുമായിരുന്നു, പിന്നെ ചലിച്ചെടുക്കുമായിരുന്നു, അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കും, പിന്നെ അതിന് അപ്പം ചുടണമെങ്കിൽ അതിന് കപ്പി കാച്ചും. സദാസർവകാലവും പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ ജോലിയാണ്. എത്ര പേര് 10 പെണ്ണുങ്ങളുണ്ടെങ്കിലും 10 പേർക്ക് അടുക്കളയിൽ സദാ ജോലിയാണ്. വെക്കുക, വിളമ്പുക, മിറ്റം തൂക്കുക, അടുക്കളയിൽ പാത്രം തേക്കുക, തുണി നനയ്ക്കുക. അപ്പം ഒരു മെഷീനും ഇല്ലായിരുന്നു, ഒരു മിക്സി ഇല്ലായിരുന്നു, എല്ലാം അമ്മിയിലും അരകല്ലും ആട്ടുകല്ലും ഒക്കെ ആയിരുന്നു ചെയ്തത്. ഇപ്പം ടെക്നോളജി വന്നു, ഒരുപാട് നമ്മുടെ ജീവിതത്തിനെ ലഘുവാക്കി തന്നു. അതിനെ പോലും ചെയ്യാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പം മാവരയ്ക്കാൻ ആട്ടുകല്ലിൽ ഇരുന്ന് ആട്ടണ്ട, അതൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പം ഗ്രൈൻഡർ വന്നു. ഗ്രൈൻഡറിൽ മാവരയ്ക്കാൻ തന്നെ ഇപ്പോഴത്തെ ആളുകൾക്ക് വലിയ മടിയാണ്. ഗ്രൈൻഡർ ഇടണം, പിന്നെ അത് എടുക്കണം, പിന്നെ ഗ്രൈൻഡർ കഴുകണം, അതൊരു വലിയ ജോലിയാണ്. ജോലിക്കാരില്ലെങ്കിൽ ഗ്രൈൻഡർ അന്ന് ഇടത്തില്ല. ഇത്രയും മടി പിടിച്ച ആൾക്കാരും ഉണ്ടല്ലോ എന്നാണ്. തുണി കൂനയായിട്ട് അഴുക്ക് തുണി കൂട്ടി വെച്ചേക്കും. വാഷിംഗ് മെഷീൻ ഉണ്ട്, എന്നിട്ടും വാഷിംഗ് മെഷീനിൽ ഇടാൻ മടി, ഇട്ടാൽ അതെടുത്ത് വിരിക്കാൻ മടി, വിരിച്ചാൽ അതെടുത്ത് അകത്ത് കൊണ്ടുവരാൻ മടി, മടക്കി വയ്ക്കാൻ മടി. ഇങ്ങനെ എല്ലാത്തിനും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, എങ്ങനെ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുന്നു. വീട് തൂക്കാൻ മടി, ഒരു സാധനങ്ങൾ അടുക്കി പെറുക്കി ചിട്ടയോടുകൂടി ജീവിതം എന്നുള്ളത് ഇല്ലവേ ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചവരെ ഞാൻ സദാസർവകാലവും എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ജോലി ചെയ്യാൻ യാതൊരു മടിയുമില്ല. ജോലി ചെയ്യാൻ മടിയില്ല, റിലാക്സ് ചെയ്യാനും മടിയില്ല, ക്വയറ്റായിട്ടിരിക്കാനും മടിയില്ല. 4-10 ആളുകളോട് സന്തോഷമായിട്ട് എവിടെയെങ്കിലും വെളിയിൽ പോകണമെങ്കിലും സന്തോഷമാണ്. അങ്ങനെ പക്ഷേ എല്ലാവരും അങ്ങനെ ആ രീതിയിൽ ഇരിക്കുന്നില്ല. ഇപ്പം എനിക്ക് ചില കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. ഈ വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഈ അർത്ഥമില്ലാത്ത ഗോസിപ്പ്, കൊച്ചിലേ തൊട്ടേ എനിക്ക് അത് ഇഷ്ടമല്ല. മറ്റവരെക്കുറിച്ച് കുറ്റം പറയുന്നത്, മറ്റവരുടെ കാര്യത്തിൽ, അതായത് ചുമ്മാ ഇപ്പം എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ഞാൻ മൂക്ക് നുഴയ്ക്കുമെന്ന് വെച്ചാൽ അവർ ഇടപെടും. ഞാൻ അതെന്താ ചെയ്യാത്തത്, ഇതെന്താ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ മറ്റവരുടെ കാര്യത്തിൽ എനിക്ക് അനാവശ്യമായിട്ട് ഇടപെടുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ പക്ഷേ ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്തോ ഈ ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പം എനിക്ക് അതിശയമാണ്, എങ്ങനെ ഇവർക്ക് കഴിഞ്ഞ് കൂടാൻ പറ്റുന്നു. തുണിയെല്ലാം ഒരു സ്ഥലത്ത് കിടക്കും, കുട്ടികളുടെ ബുക്സ് എല്ലാം ഒരു സ്ഥലത്ത് കിടക്കും. എന്താ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം അവർക്ക് പറഞ്ഞിട്ടുള്ളത് അതായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഈ ലൈഫ് എനർജി എത്ര ദൂരം നമ്മളെ സഹായിക്കുന്നു, എത്ര ശതമാനം ഓരോ കാര്യത്തിലും ഉണ്ടെന്നുള്ളതിന് അത് കൊച്ചിലേ നമുക്കറിയും. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, മുളയിലേ അറിയും മുളങ്കുരുത്ത്. അത് മുള വിട്ട് വരുമ്പോഴേ അറിയാം അത് എത്ര സ്മാർട്ടായിട്ടിരിക്കുന്നു എന്ന്. ചില കുട്ടികളൊക്കെ പാട്ടിന് പോകും, ഡാൻസിന് പോകും, കീബോർഡിന് പോകും, പഠിക്കാനും മിടുക്കരാണ്, സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഓൾറൗണ്ടറായിരിക്കും. ആ കുട്ടികളെയൊക്കെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. പിന്നെ വേറൊരു കാര്യം,
ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി നന്നായിട്ട് എല്ലാത്തിലും ഷൈൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് ജീവിതത്തിൽ 100% വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും കൊച്ചുകുട്ടികൾ ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് നല്ല പഠിച്ച് പറയുന്ന അനുസരിച്ച് ചിട്ടയോടുകൂടി ജീവിച്ച് വളരുന്നത് കാണുമ്പം നമുക്കൊരു സന്തോഷം. വീട്ടുകാർക്കും വലിയ തലവേദന ഇല്ലാതെ പോകും, പറഞ്ഞത് അനുസരിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇല്ലയോ? അങ്ങനെയൊക്കെ. അപ്പം കൊച്ചിലേ നമുക്ക് അവരെ കാണുമ്പോഴേ മനസ്സിലാകും ഇതെങ്ങനെയാണ്. പിന്നെ ഓരോ വഴിത്തിരിവുകളുണ്ട്. ഇപ്പം സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ കോളേജിൽ കയറുമ്പോഴായിരിക്കും നന്നായിട്ട് പഠിക്കുന്നത്. ചിലപ്പം പ്രൈമറി ക്ലാസ്സിൽ ഒന്നും പഠിക്കാത്ത കുട്ടികൾ മന്ദബുദ്ധിയുടെ കൂട്ടി ഇങ്ങനെ ഇരിക്കും അലസതയായിട്ട്. 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ പോകുമ്പം നല്ലപോലെ പഠിക്കാൻ തുടങ്ങും. സ്കൂളിലും കോളേജിലും നല്ല പഠിക്കാത്തവർ ചിലപ്പം ജോലിയിൽ കയറുമ്പം സ്മാർട്ടാകും. അങ്ങനെ പല രീതിയിലും ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ കർമ്മമാണ്. ഈ പ്രാരാബ്ധ കർമ്മ അവരെന്തൊക്കെ എത്ര ശതമാനം കൊണ്ടുവന്നിട്ടുണ്ട്, അവരെങ്ങനെ ഇരിക്കുമെന്ന് തീർമാനിച്ച് ആ സോൾ, ആ ആത്മാ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനേറ്റ പോലെയാണ് അവരുടെ പോക്കും കാര്യങ്ങളുമൊക്കെ. അത് നമ്മളും കുറച്ച് മനസ്സിലാക്കണം. അപ്പം അതേ സമയത്ത് ഈ സാധനകൾ ചെയ്യുന്നല്ലോ, ഈ ആത്മീയതയിൽ പോകുമ്പം ഒരുപാട് സാധനകൾ. ഈ ക്രിയായോഗം മഹാ അവതാർ ബാബാജിയുടെയാണ് ക്രിയായോഗം. ഈ ക്രിയായോഗം എന്ന് പറയുന്നതൊക്കെ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല. അത് അവർ രഹസ്യമായിട്ട് ഗുരു മുഖാന്തരമാണ് നമുക്ക് കിട്ടേണ്ടത് ആ ദീക്ഷയൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ദിവസം 1000 പ്രാവശ്യം 2000 പ്രാവശ്യം ഈ അനങ്ങാതെ ദേഹത്തിനെ അനങ്ങാതെ വെച്ചിരുന്ന് എത്ര പ്രാവശ്യം ചെയ്യുന്നോ അത്രയും പ്രാവശ്യം അതൊക്കെ നല്ലത്. അതേപോലെ മെഡിറ്റേഷൻ എത്ര മണിക്കൂർ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും മണിക്കൂർ ഇരുന്ന് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടുതലും ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഈ ഫിസിക്കൽ ലെവലിൽ മനസ്സിൻ്റെ ലെവലിൽ മന്ത്രം ചൊല്ലുന്നതിനൊക്കെ മനസ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. അതേമാതിരി എനർജി ലെവലിനെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അവർ അത്രയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സഞ്ചിത കർമ്മ വരെ ഉള്ളതിനെയൊക്കെ അവർ എളുപ്പം എടുത്ത് തീർക്കുക. ബേൺ ഔട്ട് ചെയ്യുമെന്ന് പറയും. ഈ ബേൺ ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് തടിയുള്ളവരൊക്കെ ഇവിടെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, ബേൺ ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നില്ല. അതുപോലെ ഈ സാധന ചെയ്യുന്നവർ ഇത്രയും ചെയ്യുന്നതിൻ്റെ കാരണം അവർ കൂടുതൽ സാധന ചെയ്യ അവർക്ക് ഈ സഞ്ചിത കർമ്മയിൽ നിന്നുള്ള നെഗറ്റിവിറ്റി എല്ലാം കുറയുന്നു. അതിനാണ് പലതരപ്പെട്ട സാധനകൾ നമ്മുടെ യോഗികളും അക്കാലത്തെ മുനികളും ഋഷികളും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഫിസിക്കലായിട്ട് ഒരു യോഗി, ഒരു സാധകൻ അത്രയും ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ സഞ്ചിത കർമ്മയിൽ നിന്നുള്ള അതായത് പ്രാരാബ്ധ കർമ്മയ്ക്ക് പുറമേ പ്രാരാബ്ധ കർമ്മയൊക്കെ തീർത്ത് വന്ന് ഇനിയും കുറച്ചും കൂടെ ചെയ്യാം, ഇനിയും കുറച്ചും കൂടെ ബേൺ ഔട്ട് ചെയ്യാം എന്നുള്ളപ്പം അവർ സഞ്ചിത കർമ്മയിൽ നിന്നും കൂടെ എടുത്ത് ബേൺ ഔട്ട് ചെയ്യുവാണ്. അത് നല്ലതാണോ? ഈ സദാ സർവ്വകാലവും കഴിക്കുക, അലസതയോട് വീട്ടിലിരിക്കുക, ഒരു ജോലിയും ചെയ്യാതിരിക്കുക, സദാ സർവ്വകാലവും ടി വി മുമ്പിൽ അല്ലെങ്കിൽ ഫോണും വെച്ചുകൊണ്ട് ഇങ്ങനെ കറക്കി കുത്തിക്കൊണ്ടിരിക്കുക, അവർക്ക് എത്ര കർമ്മ ബേൺ ഔട്ടാകും? ആലോചിച്ച് നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? അതുമല്ല, ഇപ്പം ഈ സാധകർക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യുമ്പം അവരുടെ ലൈഫ് കുറച്ച് പോകെ ആദ്യം കുറച്ചൊക്കെ 10-30 വയസ്സിൽ 40 വയസ്സിലൊക്കെ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് ചെയ്താലേ ഒരു 50 വയസ്സ് 60 വയസ്സാകുമ്പം ഒരുപാട് കർമാക്കളെ അവർ കഴിച്ച് കളയും, ബേൺ ഔട്ട് ചെയ്ത് കളയും. അങ്ങനെയുള്ളപ്പം അവരുടെ ലൈഫ് വളരെ റിലാക്സ്ഡായിട്ടിരിക്കും. അവരുടെ നേച്ചർ, അവരുടെ സ്വഭാവം തന്നെ വളരെ കാമായിട്ടിരിക്കും. അവർക്ക് ഈ കണ്ട ഉടനെ കഴിക്കണം, അല്ലെങ്കിൽ കണ്ട ഉടനെ വഴക്കിടണം, അല്ലെങ്കിൽ കേട്ട ഉടനെ തിരിച്ചതിന് പറയണം, ബദൽ പറയണം, അങ്ങനത്തെ ഒരു കാര്യവുമില്ല. എന്നുവെച്ചാൽ അവർക്ക് കൂടുതൽ ഉള്ളിലോട്ടാണ് അവരുടെ നോട്ടം. അപ്പോഴത്തേക്ക് അവർക്ക് ഈ മൈൻഡ്ഫുൾനെസ്, അവയർനെസ്, അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ് ഇതെല്ലാം അവർ കണ്ടും കേട്ടും പഠിച്ചും പ്രാക്ടീസ് ചെയ്തും ഇരിക്കുമ്പം അവർക്കൊക്കെയാണ് ഈ കർമ്മ എളുപ്പം
തീരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ 40 വയസ്സിൽ മരിച്ചു. അയാൾ കൊച്ചിലെ 8 വയസ്സ് തൊട്ട് യോഗ ചെയ്തവനാണ്, 40 വയസ്സിൽ മരിച്ചു എന്ന്. സാധാരണ ആൾക്കാരുടെ കണ്ണോട്ടത്തിൽ 40 വയസ്സിൽ മരിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. പക്ഷേ അയാളെ സംബന്ധിച്ചവരെ അയാളുടെ കർമ്മമൊക്കെ തീർത്തു. അയാൾ 7 വയസ്സ് 8 വയസ്സ് തൊട്ടേ യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പടപടേന്ന് ഉള്ള കർമാക്കളെല്ലാം ഈ പ്രാരാബ്ധ കർമ്മയും തീർത്ത് സഞ്ചിത കർമ്മയിലുള്ളതുമൊക്കെ തീർക്കുമ്പം 40 വയസ്സാകുമ്പം ചേരേണ്ട അടുത്ത് പോയി ചേർന്നു. അതിൽ ദുഃഖിക്കാനൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ നോക്കാൻ. ഇപ്പം അതുമാത്രമല്ല, നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരെ ചൊവ്വേ ചെയ്തുകൊണ്ട് പോയാലേ മതി. ഇപ്പം ഞാനിപ്പോൾ പിന്നോട്ട് നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് തീർന്ന ഉടനെ ജോലി കിട്ടി. 60 വയസ്സ് വരെ ഞാൻ ഒരു മാസത്തെ ലീവ് കൂടെ എടുത്തിട്ടില്ല. അസുഖമെന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ ലീവ്, ട്രാവൽ ചെയ്യാനൊക്കെ ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അസുഖമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കിടന്നു, അതുകൊണ്ട് ഒരു സിക്ക് ലീവ്, മെഡിക്കൽ ലീവ്, അങ്ങനെയൊന്നും ദൈവം സഹായിച്ച് ഒന്നുമേ എനിക്ക് എടുക്കേണ്ടി വന്നില്ല. ഞാൻ ടീച്ചറായിരുന്നപ്പോഴും ശരി, പ്രിൻസിപ്പളായിരുന്നപ്പോഴും ശരി, ചത്ത് കടന്ന് ജോലി ചെയ്യുമായിരുന്നു. അത്രയും ആത്മാർത്ഥതയോടെ ഞാൻ ജോലി ചെയ്തു 60 വയസ്സ് വരെ. 60 വയസ്സ് കഴിഞ്ഞും തീർന്നോ, ഇത്രയേ ഉള്ളോ, ഇനിയും ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഞാൻ. പിന്നെ ഒരു വർഷം ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പേ വിളിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചെയ്തു. പക്ഷേ ആ കൾച്ചർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് മതിയാക്കി വന്നു. അതിന് പിന്നെയാണ് തിരുവനന്തപുരത്ത് തൈക്കാടിൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയത്. അത് ഒരു 3 വർഷം നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ വന്നേ. അത് കഴിഞ്ഞപ്പം ലോക്ക്ഡൗൺ സമയത്ത് 3 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ മതിയാക്കി ഞാനും അത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വന്നു. അതിന് പിന്നെ 3 വർഷം വീട്ടിൽ വെളിയിലേ ഇറങ്ങിയിട്ടില്ല ഞാൻ. സദാസർവകാലം വീട്ടിൽ ഇരുന്നുകൊണ്ട് 2 ലാഭം ആണ് എനിക്ക് കിട്ടിയത് വീട്ടിൽ ആ 3 വർഷം ഇരുന്നപ്പം. ഒന്ന്, സുഖമായിട്ട് എനിക്ക് എൻ്റെ 10 ബുക്കുകൾ എഴുതാൻ പറ്റി. ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷിനും കുറേ മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ച് ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നൊരു ബുക്ക് എഴുതി, അതിനെ പബ്ലിഷ് ചെയ്തു. എല്ലാം വീട്ടിൽ ഇരുന്നുണ്ട്, ഓൺലൈനിൽ. ഞാൻ തന്നെ ബുക്ക് എഴുതി, ആദ്യം പേപ്പറിൽ എഴുതും, പിന്നെ അതിനെ ടൈപ്പ് ചെയ്യും, പിന്നെ അതിനെ എഡിറ്റ് ചെയ്യും. സർവകാലം വീട്ടിൽ എനിക്ക് വലിയ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മോളുണ്ട്, എല്ലാം ചെയ്തോളും. അതുമാത്രമല്ല ഈ കോവിഡ് പീരീഡിൽ അബവ് 60 എവിടെയും പോകാനൊക്കത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പക്ഷേ അതും എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറയുക. അപ്പം ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എഴുതി, പിന്നെ ലെറ്റസ്റ്റ് ടോക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് എഴുതി, പിന്നെ അതിനെയൊക്കെ ചെറിയ ബുക്കായിട്ട് 8 ബുക്കാക്കി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എഴുതി. അങ്ങനെ 3 വർഷം തല പൊക്കിയിട്ടില്ല. അങ്ങനെ ഇരുന്ന് അതൊരു കാലം 3 വർഷം. പിന്നെ ഇപ്പം ഇത് ആ 3 വർഷം എവിടെയും വെളിയിലും പോകാൻ പറ്റിയില്ല, ക്ഷേത്രാടനം ഒന്നും നടന്നില്ല, അമ്പലത്തിൽ പോലും പോക്കില്ലായിരുന്നു, വീട്ടിൽ തന്നെ പൂജ ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ മാറിയപ്പം പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി, ടൂർ അടിക്കാൻ തുടങ്ങി, പല അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി. പിന്നെ ഇപ്പം ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നു, സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും ഒക്കെ ഓൺലൈനിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതല്ലാതെ ഇപ്പം വീഡിയോ എന്ന് പറയുമ്പം 3 ലാംഗ്വേജിലാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും. അപ്പം ഒരു ദിവസം 3 ലാംഗ്വേജിൽ ഒരേ വീഡിയോ എടുക്കുമ്പം തന്നെ അതിൻ്റെ കണിശമായ ഒരു സമയം അതിനു വേണ്ടി ഞാൻ ചിലവിടുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം എന്തുവാണെന്ന് വെച്ചാൽ ദൈവം സഹായിച്ച് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കാര്യം ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഓരോ കാര്യത്തിൽ ഞാൻ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നിനും ചെയ്യേണ്ടി വന്നല്ലോ അങ്ങനെ ഒരു ചിന്തയേ എനിക്കില്ല. അപ്പം ഞാൻ എന്തിനാ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പ്രാണശക്തിയിൽ ഫിസിക്കലായിട്ട് ചെയ്യേണ്ടത് ചെയ്യണം, ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത് ചെയ്യണം, ഇമോഷണലായിട്ട് ബാലൻസ്ഡായിട്ട് ഇരിക്കാൻ പഠിക്കണം. അത് മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്നതിന് പുറമേ സദ്ഗുരു പറയുന്നുണ്ട്, എപ്പം നമ്മൾ കോൺഷ്യസായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നോ അന്നേ നമ്മളുടെ കർമ്മ കുറയത്തുള്ളൂ.
ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ പല പ്രാവശ്യം സദ്ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഷ്യസ് ലിവിങ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കമ്പൽസീവ് ലിവിങ്ങിലിരുന്ന് കോൺഷ്യസ് ലിവിങ്. കമ്പൽസീവ് എന്ന് വെച്ചാൽ കണ്ടുടനെ ചെയ്യണം, കണ്ടുടനെ പറയണം, കണ്ടുടനെ കഴിക്കണം, കണ്ടുടനെ വെച്ച് വിളമ്പുന്നതിന് മുമ്പേ അത് എടുത്ത് കഴിക്കണം. അന്ന് കമൻസിൽ ആരോ പറഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഫുഡിനോടുള്ള പ്രിയം കൂടുതലാണ്. ചിലരുണ്ട് ഉപ്പ് നോക്കിയേ പകുതി തിന്നും. അതെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. ഉപ്പ് നോക്കുന്നു എന്ന് പറഞ്ഞേ പകുതി കൂട്ടാൻ എടുത്ത് കഴിക്കും. എനിക്ക് പിന്നെ ഫുഡിനോടുള്ള പ്രിയം കുറയുന്നില്ല, ആർത്തി കുറയുന്നില്ല, അതിനെന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ആർത്തിയൊക്കെ കുറയ്ക്കണം. ആർത്തി കുറയ്ക്കാൻ എന്തുവാ ഒരു വഴി? ഞാനിത് എല്ലാം ചെയ്ത് മേശപ്പുറത്ത് വെച്ച് ആരെങ്കിലും വന്ന് കഴിച്ചേ പിന്നീടേ ഞാൻ തൊടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ വേണം, നമുക്കൊരു റൂൾ ഇടണം, ഒരു സങ്കല്പം ചെയ്യണം. ഉപ്പ് നോക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് കഴിക്കുന്നത് അത് ശരിയായിട്ടുള്ള പദ്ധതിയല്ല. അപ്പോൾ ആ കമ്പൽസീവ്നെസ്സിൽ നിന്ന് കോൺഷ്യസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര മണിക്കേ കഴിക്കത്തുള്ളൂ, ഞാൻ ഇത്ര പ്രാവശ്യമേ കഴിക്കത്തുള്ളൂ, ഞാൻ ഒരു പ്രാവശ്യമേ ഇട്ട് കഴിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളെ ഒരു സങ്കല്പം ചെയ്താൽ ആ ആർത്തിയൊക്കെ കുറയും. അപ്പം ഈ കർമാവിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പഠിച്ചതും മനസ്സിലാക്കിയതിലും ഇത്രയും നാൾ ചെയ്തതെല്ലാം പോട്ടെ. ഇനിയും നമ്മൾ കർമ്മ ഒരുപാട് ചെയ്ത് കൂട്ടാൻ, നെഗറ്റീവ് കർമ്മ. പോസിറ്റീവ് കർമ്മ ചെയ്യുന്നതിൽ ആരുവേ ഒന്നും പറയുന്നില്ല. കൂടുതൽ പോസിറ്റീവ് കർമ്മ ചെയ്യുന്നത് പുണ്യകാര്യങ്ങളും സർവീസും ഒക്കെ നല്ലതാണ്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. അത് ചെയ്യുന്നത് എത്ര ചെയ്താലും നല്ലതാണ്. പക്ഷേ നമ്മളിപ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റീവ് കർമ്മ ചെയ്യാതിരിക്കാൻ എന്ത് വഴി, എങ്ങനെ കുറയ്ക്കണം, നെഗറ്റീവ് കർമാസ് ഇനിയെങ്കിലും ചെയ്യാതിരിക്കാൻ എന്ത് വഴി, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുമാണ്, കോൺഷ്യസ് ലിവിങ്. കോൺഷ്യസ് ലിവിങ് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സോടെ, അവെയർനെസ്സോടെ ജീവിക്കുക. ഓരോ കാര്യം നമ്മൾ കഴിക്കുന്നത്, ഈ വാക്കിംഗ് മെഡിറ്റേഷൻ ബുദ്ധ പറഞ്ഞത് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്തിനാ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാമേ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ സദ്ഗുരുവിൻ്റെ ബുക്ക് വായിക്കുമ്പം എനിക്ക് അതിശയമായിട്ടുണ്ട്, സന്തോഷമായിട്ടുമുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. ഞാനും അദ്ദേഹത്തിൻ്റെ നേരത്തെ ബുക്ക് വായിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പല ഗുരുക്കന്മാരുടെയും അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ലിവ് ഇൻ ദ മൊമെൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ ക്ഷണം, ഈ നിമിഷത്തിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസാ വാചാ കർമ്മണ നല്ലതേ ചെയ്യുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് കർമ്മയുടെ ആവശ്യം നെഗറ്റീവ് കർമ്മ ചെയ്യാനുള്ള ആവശ്യമേ വരുന്നില്ല. സോ ഇനിയൊക്കെ അത് മാത്രം ചെയ്താൽ മതി. അതുമാത്രമല്ല, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, എൻ്റെ കാര്യത്തിൽ ഞാൻ പല കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അയ്യോ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, അങ്ങനെ എനിക്ക് ദൈവം സഹായിച്ച് ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യം ഞാൻ ചെയ്യുമ്പോഴും അതിൽ ഇൻവോൾവ്മെൻറ്റോടെയാണ് ചെയ്യുന്നത്. ഈ ഇൻവോൾവ്മെൻ്റ് എന്ന് വെച്ചാൽ അതിനോടുള്ള ഇടപെടൽ. ഇൻവോൾവ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പം അതിനകത്ത് എത്ര ദൂരം മനസ്സ് ചെലുത്തി ചെയ്യുന്നു, മനസ്സിരുത്തി ചെയ്യുന്നു, എത്ര ദൂരം സന്തോഷമായിട്ട് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ബാത്റൂമെല്ലാം ഞാനാണ് കഴുകുന്നത്. എനിക്ക് ടോയ്ലറ്റ് കഴുകുന്നതും ഇഷ്ടമാണ്, വീട് തൂക്കുന്നത്, തുടയ്ക്കുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ എല്ലാം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴും മനസ്സിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ചെയ്യണമെങ്കിൽ. ആരെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും എനിക്കതൊന്നും പഠിക്കത്തില്ല. ഞാൻ കയറി അങ്ങ് ചെയ്യും. എൻ്റെ തുണി ഞാൻ തന്നെയാണ് നനയ്ക്കുന്നത്. ചെറിയ മുക്കാലുമുള്ള തുണികളൊക്കെ ഞാൻ വീട്ടിൽ ഞാൻ തന്നെയാണ് അയൺ ചെയ്യുന്നത്. ഒരു 10 പ്രാവശ്യം ഞാൻ അയൺ ചെയ്യും, പിന്നെ ഒരു പ്രാവശ്യം വെളിയിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ പിന്നെ സാരിയൊക്കെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വെളിയിൽ കൊടുക്കും. അപ്പം ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഏത് ചെയ്താലും നമ്മൾ ശ്രദ്ധയോട് ചെയ്യുക, ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുക. 100% ശ്രദ്ധ വേണം.
100% അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വേണം. ഇൻവോൾവ്മെൻ്റ് എന്ന് വെച്ചാൽ അതിൽ ഇടപെടുന്നത് നല്ല രീതിയിൽ നമ്മൾ ഇടപെടണം. ഏത് ചെയ്താലും ഹാപ്പി ആയിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് നെഗറ്റീവ് കർമ്മ ചേരാനുള്ള വഴികൾ കുറവാണ്. അതേമാതിരി ഈ 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. സോ മൈൻഡ്ഫുൾനെസ്, അവെയർനെസ്, കോൺഷ്യസ് ലിവിങ്, 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് കർമാസ് ഇനി ഇല്ല. അപ്പം കൂടുതൽ നമ്മൾ ആത്മീയതയിൽ ഫാസ്റ്റായിട്ട് പോകുവാണ്. നമുക്ക് മുക്തി നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ തന്നെ ഒരുക്കുവാണ്. വേറൊരു കാര്യം സദ്ഗുരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ സൊസൈറ്റി ഇൻഡിവിജ്വൽ കർമ്മ ഉണ്ട്, ഫാമിലി കർമ്മ ഉണ്ട്, സൊസൈറ്റി കർമ്മ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ഗ്രൂപ്പ് കർമ്മ ഉണ്ട്, ഒരു ഫാമിലി കർമ്മ ഉണ്ട്, ഒരു സൊസൈറ്റിയിലെ കർമ്മ ഉണ്ട്. പക്ഷേ ഈ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള ഒരു കാര്യം വരുമ്പം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അച്ഛൻ എൻലൈറ്റൻമെൻ്റായി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വലിയ യോഗിയായിരുന്നു, എൻ്റെ അച്ഛൻ വലിയ മിസ്റ്റിക്കായിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ ആകുമെന്ന് പറയാനൊക്കത്തില്ല. നമ്മളുടെ ഫാമിലി സാഹചര്യങ്ങൾ നമ്മളെ സഹായിക്കും. പക്ഷേ ഈ മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും സ്വയം തീരുമാനിച്ച് സ്വയം നേടിയെടുത്താലേ പറ്റൂ. അത് വളരെ ക്ലിയറായിട്ട് സദ്ഗുരുവിൻ്റെ ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൊസൈറ്റിയുടെ കർമ്മയും ഫാമിലി കർമ്മയും ഒക്കെ ഉണ്ട്. കർമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചില ശാപക്കേടുകൾ ഈ തലമുറയായിട്ട് കാണും. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ഈ എൻലൈറ്റൻമെൻറ്റ്, അതായത് മുക്തി കിട്ടണമെങ്കിൽ ഓരോരുത്തരും സ്വയം ശ്രമിക്കണം. അത് ഇൻഡിവിജ്വലായിട്ടേ നടക്കത്തുള്ളൂ. അതിൽ ഫാമിലി എൻലൈറ്റൻമെൻറ്റെന്നോ സൊസൈറ്റി എൻലൈറ്റൻമെൻറ്റെന്നോ ഒന്നും പറയാനില്ല. അതുമാത്രമല്ല, ഇനിയൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം, ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ നമുക്ക് അതിൽ 100% ഇൻവോൾവ്മെൻറ്റ് വേണം. അതിൽ ഇടപഴകുമ്പം നമ്മുടെ ഇടപെടൽ എത്ര ദൂരമുണ്ട്? 100% ഇടപെടൽ നല്ല രീതിയിൽ വേണം. അതേസമയത്ത് എൻറ്റാങ്കിൾമെൻറ്റ് പറ്റില്ല. ഈ എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാ? അതായത് അതിനകത്ത് പോയി കുടുങ്ങിപ്പോരുത്. ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും അതിൽ ഇൻവോൾവ്മെൻറ്റോടെ ചെയ്യണം, മനസ്സിരുത്തി ചെയ്യണം. പക്ഷേ അതിൽ പോയി കുടുങ്ങിപ്പോകരുത്. ഏതിൽ പോയി കുടുങ്ങിപ്പോയാലും അത് ശരിയാവത്തില്ല. ഓക്കെ, ഈ കുടുങ്ങിപ്പോയാൽ അതിൻ്റെ നെഗറ്റീവ് കർമ്മ കൂടി വരും. ഓക്കെ, അങ്ങനെ. അതുമാത്രമല്ല, സദ്ഗുരു പറയുന്നത് ഇനിയൊരു കാര്യം, ഈ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഉള്ള് എങ്ങനെ ശുദ്ധമായിട്ട് എത്ര സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത് നമ്മൾ വെളിയിൽ ഒരാളുടെ അടുത്ത് പോയി പറയേണ്ടതില്ല. ഞാൻ സന്തോഷമായിരിക്കുന്നു, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അത് കണ്ടാലേ നമുക്ക് മനസ്സിലാകും. നമ്മൾ പെരുമാറുന്ന രീതി വെച്ചേ നമുക്ക് മറ്റവർക്ക് മനസ്സിലാകും. ഒരാൾ എത്ര ദൂരം ഈ നെഗറ്റീവ് കർമ്മയിൽ കുരുങ്ങിക്കിടക്കുന്നു, അതോ അയാൾ ഫ്രീ ആണോ, അയാളുടെ ഈ കംഫർട്ട് ലെവലൊക്കെ നല്ലതായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അതിനെയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതായത് ഓരോരുത്തരുടെ ചിന്താഗതി, അവരുടെ സംസാരം, അവരുടെ കാഴ്ചപ്പാട്, ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ഇപ്പം വീഡിയോ കേൾക്കുന്നു, ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് തരുന്നു. അതൊക്കെ ഞാൻ ഓരോ കമൻറ്റും ഞാൻ പേഴ്സണലായിട്ട് കാണുന്നുണ്ട്, അതിന് ബദൽ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒരു കാര്യമാണ്. അതേസമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ പറയുന്നതും തെറ്റില്ല.
ചൂണ്ടിക്കാണിക്കുന്നതിലും തെറ്റില്ല. ഒരു പ്രാവശ്യം ബൈ മിസ്റ്റേക്ക് ഞാൻ ഈ 3 വീഡിയോയും ഒന്നിച്ചാണല്ലോ എടുക്കുന്നത്. ആദ്യം മലയാളം, പിന്നെ തമിഴ്, പിന്നെ ഇംഗ്ലീഷ്. അതിൻ്റെ സമയവും മാറി മാറി വരും. ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്, അതിനടുത്തതായിട്ട് തമിഴ്. അതേ ടോപ്പിക്കാണെങ്കിലും ഇംഗ്ലീഷിലൊക്കെ വേഗം പറഞ്ഞ് പോകാം. ഇപ്പം അതിൽ ഒരു പ്രാവശ്യം മലയാള ചാനലിൽ 2-3 ദിവസം മുമ്പേ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൽ 2 കമൻസ് ഉണ്ടായിരുന്നു. അത് ഉച്ചയായപ്പം ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് അത് മാറ്റി. അത് അന്നത്തെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസമാണ് മലയാളത്തിൻ്റെ അപ്ലോഡ് ചെയ്തത്. പക്ഷേ 2 കമൻസിൽ നമുക്ക് ഏത് രീതിയിലും കമൻറ്റ്സ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ കമൻറ്റ് ചെയ്താലും എനിക്ക് സന്തോഷം തന്നെ. പക്ഷേ അതിൽ ഒരു കമൻറ്റ് എങ്ങനെയായിരുന്നോ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി, ഇംഗ്ലീഷ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി, സന്തോഷം. വേറൊരു കമൻറ്റ് എങ്ങനെയായിരുന്നോ, അപ്പം ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് പഠിക്കണ്ട, അതായത് ഇംഗ്ലീഷ് അറിഞ്ഞവർക്ക് മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതിയോ എന്നുള്ള ഉദ്ദേശത്തിലാണോ ഇങ്ങനെ ഇംഗ്ലീഷ് വീഡിയോ മലയാള ചാനലിൽ അപ്ലോഡ് ചെയ്തേ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളെ ഏകദേശം 70 വീഡിയോയിൽ നമ്മളുടെ കൂടെ ഒന്നിച്ച് കാണുന്നു, നമ്മുടെ വീഡിയോ എല്ലാം കേൾക്കുന്നു, എന്നിട്ട് നമ്മളെ മനസ്സിലാക്കിയില്ലയോ. ഇപ്പം എന്നെ മനസ്സിലാക്കാത്തതല്ല, അവരുടെ ചിന്താഗതി അങ്ങനെ ആണ്. ചിലരുണ്ട്, ഒരു ചീത്തയെ കണ്ടാലും അത് പോസിറ്റീവായിട്ട് എടുക്കും. ചിലർ നല്ലത് കണ്ടാലും കേട്ടാലും അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. അതാണ് അവരവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ്. അപ്പം ആ ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതൊക്കെ മാറ്റണം. അതായത് ഒരാളിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നോ അതാണ് വാക്കുകളായിട്ട് വെളിയിൽ വരുന്നത്. മനസ്സിലായി? അപ്പം ഇങ്ങനെയും വിചാരിക്കാം, ഏതോ ഒരു കൈപ്പിഴ തെറ്റ് പറ്റിപ്പോയി, അത് ചൂണ്ടിക്കാണിക്കാം. അത് ഒരുപാട് പേര് എഴുതിയിരുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷ് കയറി വന്നിരിക്കുന്നു എന്ന്. അത്രയും മാത്രമേ എഴുതിയുള്ളൂ. അത് മതി. ആരെങ്കിലും ഒരാളെന്നെ അലേർട്ട് ചെയ്താൽ മതി, ഉടനെ ഞാൻ മാറ്റും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരും. പക്ഷേ അതാണ് ഇംഗ്ലീഷിൽ പറയും ഓപ്റ്റിമിസ്റ്റ് ആൻഡ് പെസിമിസ്റ്റ്. ഇപ്പോൾ ഒരു പൂവിനെ എടുക്കുന്നു, ഒരു റോസാപ്പൂവിനെ എടുക്കുന്നു, ഒരു ബ്രാഞ്ചോടുകൂടി നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അതിലൊരു നല്ല റോസാപ്പൂ ഉണ്ട്, 1-2 ഇലകളും ഉണ്ട്, അതിൻ്റെ കൂടെ മുള്ളുമുണ്ട്. ചിലർ ആ റോസിൻ്റെ ഭംഗി മാത്രം കണ്ട് ആസ്വദിക്കും. ചിലർ ആ മുള്ളിനെ ആയിരിക്കും കാണുന്നത്. അവർ റോസിനെ കാണത്തില്ല, മുള്ളിനെയാണ് നോക്കുന്നത്. അപ്പം റോസിനെ കണ്ട് ആസ്വദിക്കുന്നവർ ഓപ്റ്റിമിസ്റ്റും, ഈ മുള്ളിനെ കണ്ട് അയ്യോ ഇത് വേണ്ട, ഇത് കൊള്ളരുത് എന്ന് വിചാരിക്കുന്നവരെ പെസിമിസ്റ്റും എന്ന് പറയും. അപ്പോൾ ഈ ഓപ്റ്റിമിസം, പെസിമിസം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡും കൂടെ ഇതെല്ലാം വന്ന് അവരുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഉള്ളിൻ്റെ രീതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും ഈ കർമ്മയുടെയും ഇഫക്റ്റാണ്. അതാണ് പറയാൻ വരുന്നത്. ഓക്കെ, അപ്പം 1-2 കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട് സദ്ഗുരു. ഈ ഇൻവോൾവ്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ് ഇതിനെല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ സദ്ഗുരു എന്തോ പറയുന്നത് വെച്ചാൽ അദ്ദേഹം സ്വയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യും. ഈശാ യോഗ സെൻറ്ററിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സംയമ എന്ന് പറയുന്നത് 8 ദിവസത്തെ സൈലൻറ്റ് പ്രോഗ്രാം 8 ദിവസവും സദ്ഗുരു തന്നെയാണ് നടത്തിയത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പം സദ്ഗുരു പറയുന്നത്, എനിക്ക് അറിയാവുന്നവരുടെ മുഖത്ത് ഞാൻ ഒരുപാട് നോക്കത്തില്ല. അതാവുമ്പം അനാവശ്യമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് അവിടെ ക്രിയേറ്റ് ആകും. ഈ അറ്റാച്ച്മെൻ്റ് ആകുമ്പം കർമ്മയാണ്. ഞാൻ പ്രോഗ്രാം നടത്തുമ്പോൾ ഒരുപാട് എനിക്ക് അറിയാൻ വയ്യാത്തവരായിരിക്കും നോക്കുന്നത്. അങ്ങനെ ആകുമ്പം നമുക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. അത്രയ്ക്ക് കോൺഷ്യസ് ആയിട്ടാണ് സദ്ഗുരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം അത്രയും വലിയ ഒരു മഹാനെ ഇത്രയൊക്കെ നോക്കിക്കണ്ട് ചെയ്യണമെന്നുള്ളപ്പം നമ്മൾ എത്ര ദൂരം നമ്മൾ ശ്രദ്ധയോടുകൂടി കോൺഷ്യസായിട്ട് ജീവിക്കണമെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം സദ്ഗുരു പറയുന്നത്, ഇക്കാലത്ത് ഈ മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി, ഇപ്പോൾ എല്ലാവരും വളരെ
മോഡേണായിട്ട് ആയിക്കൊണ്ട് വരുന്നു. അതിൽ വന്ന് നമ്മളുടെ ഇമോഷൻസ് എന്ന് വെച്ചാൽ മനസ്സിൻ്റെ വികാരങ്ങൾ വെളി കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിപ്പോയി. അക്കാലത്തൊക്കെ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും അതിൽ ഇടപെടും. എല്ലാവരും ആ കാര്യത്തിൽ ഇടപെടും. പല ചെറിയ കുടുംബങ്ങളാണ് ഒന്നിച്ച് താമസിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കാണും. അപ്പം അത് അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മറ്റവരെല്ലാം അവരുടെ ഇതിൽ ഞാൻ എന്തിനാ തലയിടുന്നേ? വേണ്ട. അക്കാലത്ത് അങ്ങനെയല്ല. എല്ലാവർക്കും എല്ലാത്തിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. വേറെ ഇപ്പം അങ്ങനെയല്ല. ഉള്ളതേ ചുരുങ്ങിയ ഫാമിലിയാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്. അതിൽ തന്നെ അവർ ചോദിക്കാതെ ഞാൻ എന്തിനാ പറയുന്നേ എന്ന് വിചാരിച്ചാണ് പറയാത്തത്. ഞാൻ ഇതിലൊക്കെ വലിയ യോജിപ്പുള്ള ആളല്ല. ഇപ്പം എൻ്റെ മക്കളാണെങ്കിലും ശരി, എനിക്ക് അറിയാവുന്നവർ, എൻ്റെ കൂടെ ജീവിക്കുന്നവർ, എൻ്റെ ബന്ധുമിത്രാദികൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നെങ്കിൽ ഞാൻ പറയും, ഞാൻ അഡ്വൈസ് ചെയ്യും, ഞാൻ വിളിച്ച് സംസാരിക്കും. എന്താന്ന് ചിലർ പറയും, അവർ ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേ ഇല്ല, ഞാനായിട്ട് പിന്നെ എന്തിനാ അത് പോയി പറയുന്നേ? അപ്പോൾ അത്രയും ഒരു ആ രീതിയിലാണ് സൊസൈറ്റി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പം എന്തു പറ്റുമെന്ന് വെച്ചാൽ ഈ ഇമോഷൻസ്, നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം നമ്മൾ അടക്കി വയ്ക്കുവാണ്. അത് ശരിയല്ല എന്നാണ് സദ്ഗുരു പറയുന്നത്. അത് ശരിയല്ല തന്നെ. അപ്പം ഇപ്പം എനിക്ക് തന്നെ അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു ടീച്ചർ എന്ന് പറയുമ്പം സിനിമയിലും ഈ കഥ ബുക്കിലുമൊക്കെ കാണുന്ന പോലെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ സാരി ഉടുക്കും, സ്റ്റിഫായിട്ടിരിക്കും, ഒരു കയ്യിൽ കുറച്ച് നോട്ട് ബുക്സ് കാണും, അല്ലെങ്കിൽ കയ്യിലൊരു കമ്പ് കാണും, ഒരു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മുഖഭാവനയായിരിക്കും, ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് ഒരു ടീച്ചറിനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടീച്ചർ വെളിയിൽ വരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത്, അല്ലെങ്കിൽ സ്കൂളിനകത്ത്, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ പിന്നീടോ എപ്പോഴെങ്കിലും ശബ്ദമിട്ട് ചിരിച്ചാൽ, അല്ലെങ്കിൽ വെളിയിൽ വരുമ്പോൾ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുമ്പോൾ ശബ്ദമിട്ട് ചിരിച്ചാൽ, ഇതെല്ലാം ടീച്ചർ, ഇവരെല്ലാം ഒരു ടീച്ചർ, ഇവരൊക്കെ എന്തോ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് അങ്ങനത്തെ ഒരു കമൻസ് ആയിരിക്കും. അതേസമയത്ത് ഇപ്പോൾ അതുപോലെ ആണുങ്ങൾ കരയരുത് എന്ന് ഒരു എന്തുവാ പറയുന്നത്, അതൊരു രീതി, അങ്ങനെ എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആണുങ്ങൾ കരയരുതെന്ന് ആര് പറഞ്ഞു? ആണുങ്ങൾക്ക് വികാരങ്ങളില്ലയോ? ആണുങ്ങൾക്ക് ഇമോഷൻസ് ഇല്ലയോ? ആണുങ്ങൾക്ക് കരയരുതോ? കരഞ്ഞാലെന്താ? അപ്പം ഒരാണ് കരഞ്ഞാൽ തെറ്റ്, ഒരു പെണ്ണ് ശബ്ദമിട്ട് ചിരിച്ചാൽ തെറ്റ്. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്ത് ജീവിക്കുന്നത് അത് നല്ലതിനല്ല എന്നാണ് സദ്ഗുരു പറയുന്നത്. അത് ശരി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളുടെ പ്രാണശക്തി ഓരോന്നിനും ഇത്ര ശതമാനം എന്ന് പറയുന്നില്ല. ഫിസിക്കൽ ആക്ട് ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ കഴിച്ച് ടി വിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സമയം കളയുന്നത് തെറ്റ്. അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തിരിക്കണം. അതില്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് കർമ്മയാണ്. അതേപോലെ ഇമോഷണലായിട്ട്, ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് വിധിക്കപ്പെട്ടതൊക്കെ നമുക്ക് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് കർമ്മയിലോട്ടാണ്. ഈ ജന്മം ഇത്ര പെർസെൻറ്റേജ് ഞാൻ തീർക്കാമെന്ന് പറഞ്ഞ് വന്നു, പക്ഷേ അത് തീർക്കാതെ ഒരു ജോലിയും ചെയ്യാതെ അല്ലെങ്കിൽ മറ്റവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും 4 ജന്മം എടുക്കേണ്ടി വരും ഈ ജന്മത്തെ കർമ്മ തീർക്കാൻ തന്നെ. അപ്പം ഈ ക്യാരി ഓവറാണ് കൂടുതൽ. അപ്പോൾ സഞ്ചിത കർമ്മയുടെ വെയിറ്റാണ് കൂടിക്കൊണ്ട് വരുന്നത്. അപ്പം അതേപോലെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലും അളവിന് മീറി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് ആത്മീയത്തിൽ പോകാനൊക്കത്തില്ല. ഒന്നുമേ ചെയ്തില്ലെങ്കിലും ആത്മീയത്തിൽ നമുക്ക് പോകാനൊക്കത്തില്ല. അതായത് എല്ലാമേ ഒരു മിഡിൽ പാത്ത്. അതായത് ഗൗതമ ബുദ്ധ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും ഒരു മിഡിൽ ലെവലിൽ നടുക്ക് ഇരിക്കണം.
ഈ എക്സ്ട്രീമും വേണ്ട, ഈ എക്സ്ട്രീമും വേണ്ട. നടുക്ക ഇരുന്നാലേ നമുക്ക് എല്ലാത്തിനെയും അനുസരിച്ച് സാധിച്ചുകൊണ്ട് പോകാനൊക്കത്തുള്ളൂ. സോ ഒരു സാധകൻ എന്നുള്ള നിലയിൽ ഒരു യോഗിയാവട്ടെ, അല്ലെങ്കിൽ ഒരു സാധകനാവട്ടെ, അല്ലെങ്കിൽ ഈ ആത്മീയത്തിൽ മുന്നേറി നമുക്ക് മുക്തി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾ എല്ലാ രീതിയിലും ഒരു മീഡിയോക്കർ ലെവൽ, അതായത് മിഡിൽ പാത്തിൽ വേണം പോകാൻ. ഒരുപാട് കഴിച്ചാലും നമുക്ക് മെഡിറ്റേഷൻ നടക്കത്തില്ല. ഒന്നുമേ കഴിക്കാതിരുന്നാലും നമുക്ക് ദേഹത്ത് ശക്തിയില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പൂജ ചെയ്യാനോ ഒരു 2 മണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനോ പറ്റില്ല, ഇല്ലയോ? അപ്പം ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഈശ യോഗ സെൻറ്ററിൽ അതിനകത്തുള്ളവർക്ക് പുല്ല് വരെ പറിക്കാനുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ തന്നെയാണ് അവിടെ കിളയ്ക്കുന്നത്, അവർ തന്നെയാണ് ചെടി നടുന്നത്. അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാട് കൊടുക്കും സദ്ഗുരു. അത് എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേ നമുക്ക് കുറേ കർമാക്കൾ കഴിയും. നമ്മളുടെ നെഗറ്റീവ് കർമ്മ പോകാൻ നമുക്ക് വിധിക്കപ്പെട്ട ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നമ്മൾ ചെയ്യണം. അതായത് ഞാൻ ഇത്ര % ചെയ്യാമെന്ന് വിചാരിച്ച് വന്നില്ലയോ, അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ കർമ്മ കൂടത്തേ ഉള്ളൂ, കർമ്മ കുറയത്തില്ല. അതേസമയത്ത് ഒരുപാട് അങ്ങ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഒരാൾ പുല്ല് വെട്ടാൻ വരുന്നു, അല്ലെങ്കിൽ ഈ കെട്ടണം കെട്ടാൻ അവരൊക്കെ കല്ല് ചുമക്കുന്നു, ഭയങ്കര ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ രാവിലെ 9 മണിക്ക് ജോലി കയറിയ രാവിലെ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നു. ദേഹത്താൽ അവർക്ക് ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപൂർവ്വം അവർക്ക് ഒന്നും ചിന്തിക്കണ്ട. പറഞ്ഞ രീതിയിൽ മേസ്ത്രി എന്ത് പറയുന്നോ അതുപോലെ അവർ കല്ലെടുത്തുകൊണ്ട് വരിക, സിമൻറ്റ് കുഴയ്ക്കുക, ഇടുക, ചെയ്യുക. പക്ഷേ 5 മണിക്ക് ശേഷം അവർക്ക് വീട്ടിൽ പോയാൽ അവർക്ക് എന്തോ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എന്താ വെച്ചാൽ അവർക്ക് ആ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടിപ്പോയി. അങ്ങനെയാണ് ചിലരൊക്കെ കുടിച്ചിട്ട് പോയി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്. ആ ദേഹവേദന, ദേഹനൊമ്പരം മാറാനായിട്ടാണ് കുടിക്കുന്നതെന്നൊക്കെ പറയുന്നു. അതിൽ ന്യായമായിട്ടൊന്നുമില്ല, എന്നാലും പറയുക. അപ്പം അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി, അതേമാതിരി ഇമോഷണൽ ആക്ടിവിറ്റി, ഇതെല്ലാമേ ഒരു മധ്യമ പാതയിലോട്ട് പോകുക. അപ്പോഴേ നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ കൂടുതൽ സാധന ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ സാധന ചെയ്താൽ മാത്രമേ നമുക്ക് മുക്തി നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു ചെറിയ സാധന പറഞ്ഞു നിന്നുണ്ടല്ലോ. അതിൽ ഈ ചാപ്റ്ററിൽ സാധന പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, സദ്ഗുരുവിൻ്റെ ആപ്പുണ്ട്. സദ്ഗുരുവിൻ്റെ ആപ്പിൽ യോഗ നമസ്കാർ എന്ന ഒരു യോഗ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കുറച്ച് പ്രയാസമാണ്. അത് യങ് ഏജിൽ അത് ചെയ്താൽ പറ്റും. കുറച്ചൊക്കെ ദേഹം സ്റ്റിഫായ പിന്നീട് 50 വയസ്സിൽ പോയി യോഗ നമസ്കാരം ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ദേഹം വഴങ്ങിത്തരും. അതുപോലെ യോഗ നമസ്കാരം ചെയ്താൽ നല്ലത്. ഒരുപാട് കർമാക്കളെല്ലാം അതുവഴി കരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പം യോഗ നമസ്കാരം അതൊക്കെ ആപ്പിൽ കിടപ്പുണ്ട്. കൊച്ചു പ്രായത്തിലുള്ളവർ, നിങ്ങൾ ബോഡി ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ആ യോഗ നമസ്കാരമൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ അതുമാത്രമല്ല, ഈ സാധാരണ ആൾക്കാർക്കുള്ള സാധനയിൽ സദ്ഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇമോഷണലായിട്ട് എപ്പോഴെങ്കിലും ഡിസ്റ്റർബായ, അതായത് മാനസികമായിട്ട് നമുക്ക് മനപ്രയാസം ഉണ്ടാകുമ്പം അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് പോയി മിണ്ടാതെ ഇരിക്കുമ്പം നമ്മുടെ എത്ര ഒക്കോ അത്രയും ദൂരം നമ്മുടെ നട്ടെല്ല് നിമിർത്തിയിരിക്കണം. നട്ടെല്ല് നിമിർത്തി ഒറ്റയ്ക്ക് നമ്മളിരുന്ന് എന്തെങ്കിലുമൊക്കെ സാധാരണ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ആ നെഗറ്റിവിറ്റി അങ്ങ് മാറും എന്ന് പറയുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ എനിക്കെന്തുവാ ഒരു സന്തോഷമെന്ന് വെച്ചാൽ, ഇതിൽ ഒരു 90% നമ്മൾ നേരത്തെ പല വീഡിയോകൾ വഴിയായിട്ട് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സദ്ഗുരുവും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ മനസ്സിലാക്കി ഒറ്റ കാര്യം, ആഗാമ്യ കർമ്മയിൽ, അതായത് ഈ ജന്മത്തെങ്കിലും ഇനി നെഗറ്റീവ് കർമ്മ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ
നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് ചെയ്താലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ചെയ്ത്തായിരിക്കണം. അത് ചിന്തകൾ അങ്ങനെ വന്നാലും ശരി, വാക്കുകൾ വന്നാലും ശരി, ആക്ഷൻസ് ചെയ്ത്താണെങ്കിലും ശരി, മനസാ വാച കർമ്മണ കോൺഷ്യസ് ആയിട്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഓരോ കാര്യം. ഈ ചെസ്സിൽ ഓരോ കോയിൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന പോലെ, ഓരോ ഇത് മാറ്റി മാറ്റി വയ്ക്കുന്ന പോലെ വളരെ ആലോചിച്ച് വേണം ഒരു മൂവ്മെൻറ്റ് നടത്താൻ. അങ്ങനെ നടത്തുമ്പം നമുക്ക് ഒരുപാട് നെഗറ്റീവ് കർമ്മ ചേരാതിരിക്കും. ഓക്കെ, സോ അതിനുള്ള ശ്രമം ഇനി നമ്മൾ ഉടൻ തന്നെ എടുക്കുക. നന്ദി, നമസ്കാരം.